അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴയ്ക്കുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹോർമുസ് കടലിടുക്കിൽ സംഘർഷാവസ്ഥ അതീവ ഗുരുതരമായി തുടരുമ്പോൾ ഇത് അമേരിക്കയുടെ തന്നെ തകർച്ചയ്ക്ക് വഴിമാറുമോ എന്നുള്ള ഭീതിയാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ പോലും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അവസാന മുന്നറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്ക വിൽക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡേഞ്ചർ സോണിലാണെന്നും ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുമാണ് ഇറാന്റെ കർശനമായ ഭാഷയിലുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്ക ചർച്ചകൾ നടക്കുമെന്ന് API വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇറാന്റെ കടുത്ത നിലപാടുകൾ ഈ ചർച്ചയുടെ ഭാവിയിൽ നിലയിൽ വലിയ തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ചർച്ച ചെയ്താണ്ട് അലസിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങളാണ് ഇറാനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് ഇറാന്റെ ഭാഗത്തുനിന്നുള്ള അന്തിമ നിലപാടാണെന്നാണ് അവർ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ US സെൻട്രൽ കമാൻഡ് ഉപരോധം ശക്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ USS ട്രിപ്പോളി എന്ന കരുത്തുറ്റ യുദ്ധക്കപ്പൽ കടലിൽ നിലയുറപ്പിച്ചതായും അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ ഏത് നിമിഷവും പറന്നുയരാൻ സജ്ജമായിട്ടുണ്ടെന്നും സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ അമേരിക്ക സ്വയം വരുത്തിവെക്കുന്ന ഒരു വലിയ വിനാശത്തിൻ്റെ തുടക്കമായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് കടലിടുക്കിൽ സൈനിക ഇടപെടലുകൾ നടത്തിയാൽ പശ്ചിമേഷ്യ ആകെ കത്തിയമരുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം ഒട്ടും ഭയമില്ലാതെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക വിചാരിച്ചതുപോലെ ലളിതമായി കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ. ഇറാനിലെ തുറമുഖങ്ങളിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകളെയും തടയുമെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ ഇവിടെ ഇന്ത്യൻ കപ്പലുകൾക്ക് യാതൊരു നിയന്ത്രണമില്ലാതെ പോകാമെന്നും ഇറാൻ അറിയിച്ചിട്ടുമുണ്ട്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി UK മാരിടൈം ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ നീക്കം റഷ്യയും ചൈനയും നേരിട്ട് ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾ സ്ഥിരമായി ഈ പാതയിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവർക്കത് വലിയ ബാധകമാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അവർക്ക് ഇവിടെ യാതൊരു തടസ്സമില്ലാതെ പോകാമെന്നും ഇറാൻ അറിയിച്ചിട്ടുമുണ്ട്. ഇറാനുമായി അടുത്ത ബന്ധപ്പെടുത്തുന്ന ഈ രണ്ട് വ്യക്തികളുടെ കപ്പലുകൾ അമേരിക്ക തടയുകയോ ആക്രമിക്കുകയോ ചെയ്താൽ അതൊരു പക്ഷേ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാമെന്നുള്ള കാരണമാവുകയും ചെയ്യുമെന്നും ഇവരിപ്പോഴാ അറിയിക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം മാറി പിന്നീടത് അമേരിക്ക വേഴ്സസ് റഷ്യ ചൈന എന്ന നിലയിലേക്ക് അതിവേഗം പരിണമിക്കാനും സാധ്യതകളുണ്ട്. അത്തരമൊരു സാഹചര്യം നേരിടാനുള്ള ചങ്കുറ്റം ട്രംപ് ഭരണകൂടത്തിനുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമായി ഉയരുന്നത്. ചൈനയും റഷ്യയും സംയുക്തമായി തിരിച്ചടിച്ചാൽ അമേരിക്ക എന്നേക്കുമായി ഭൂമടത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടാനും സാധ്യതകളുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം ആഗോളതലത്തിൽ വലിയ ഊർജ്ജ സാമ്പത്തിക പ്രതിസന്ധികൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ലോകത്തെ പല രാജ്യങ്ങളും അമേരിക്കയുടെ ഈ ഏകാധിപത്യ നിലപാടിൽ അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ അവർ അവിടെ അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അറബ് ലോകവും ഇപ്പോൾ അമേരിക്കയുടെ വികലമായ ന്യായങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സംഘർഷം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ആഗോള എണ്ണ വിപണിയിൽ ഒരിക്കലും നിയന്ത്രിക്കാനാവാത്ത വൻ വിലക്കയറ്റമാകും ഉണ്ടാക്കാൻ പോകുന്നത്. നിലവിൽ തന്നെ ഹോർമുസ് കടലിടുക്കിലുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. പ്രതിദിനം 130ഓളം കപ്പലുകൾ കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ പാതയിൽ ഇപ്പോൾ ഗതാഗതം വളരെ നാമമാത്രമായി മാത്രം ചുരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. ഇത് ആഗോള വ്യാപാര ശൃംഖലയും ഊർജ്ജ വിതരണത്തെയും വരും ദിവസങ്ങളിൽ സാരമായി ബാധിക്കുകയും ചെയ്യും. ഇതിനിടയിലാണ് ഇറാന്റെ വിപ്ലവകാടായ IRGC തങ്ങളുടെ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നത്. തങ്ങളുടെ തുറമുഖങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിട്ടാൽ പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ കടലിനെയും മറ്റൊരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഇറാന്റെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനമുണ്ടാകുന്നത്. സുരക്ഷ എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന ഇറാന്റെ നയം അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളെയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന തുറമുഖങ്ങളിലേക്ക് തങ്ങളുടെ അത്യാധുനിക മിസൈലുകൾ തൊടുത്തുവിടുമെന്ന കൃത്യമായ സൂചനയാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. ഇത് അമേരിക്കയെ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്കും ആഗോളതലത്തിൽ തീർത്തും ഒറ്റപ്പെടലിലേക്കും നയിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അമേരിക്കയുടെ ഓരോ നീക്കവും ലോകരാജ്യങ്ങളിലെ ഒരു വലിയ ഇരുട്ടിലേക്ക് കൂടി കൊണ്ടുപോകുന്നത് കൂടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധഭീതി നിലനിൽക്കുമ്പോൾ തന്നെ അമേരിക്കക്കകത്ത് തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരെ ജനവികാരം ആഞ്ഞടിക്കുക കൂടിയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ രീതിയിലുള്ള വെറുപ്പ് ട്രംപ് സമ്പാദിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ട്രംപ് പരസ്യമായി പരിഹരിച്ചതാണ് ക്രൈസ്തവ ലോകത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മാർപ്പാപ്പ വിദേശ നയങ്ങളിൽ വലിയ പരാജയമാണെന്നും ആണവായുധങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം ദുർബലനാണെന്നും ട്രംപ് പരിഹാസ രൂപേണ പറയുകയും ചെയ്തു. യുദ്ധം തുടങ്ങുന്ന നേതാക്കളുടെ കൈകളിൽ രക്തം പുരട്ടിയിട്ടുണ്ടെന്ന മാർപ്പാപ്പയുടെ പ്രസംഗമാണ് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചത്. ഇറാൻ സംഘർഷത്തിൽ ട്രംപ് സ്വീകരിച്ച നിലപാടുകളെ യുദ്ധത്തിന്റെ ഭ്രാന്തെന്നാണ് മാർപ്പാപ്പ നേരത്തെ തന്നെ വിശേഷിപ്പിച്ചത്. ഇതിന് മറുപടിയായി മാർപ്പാപ്പ തന്റെ പ്രവൃത്തികൾ കൂടുതൽ ഗൗരവമായി കാണണമെന്നും സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പ് തന്നെ എഴുതി വെച്ചത്.
ട്രംപ് ഈ ഭരണകൂടത്തിൻ്റെ കടുത്ത കുടിയേറ്റ നയങ്ങളെയും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെയും മാർപ്പാപ്പ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. തൻ്റെ ദൗത്യം ലോകത്ത് സമാധാനം സ്ഥാപിക്കുക എന്നതാണെന്നും സഭയുടെ സന്ദേശം സുവിശേഷത്തിൻ്റെ സന്ദേശമാണെന്നും ട്രംപുമായി യാതൊരുവിധ സംവാദത്തിനും താല്പര്യമില്ല എന്നും മാർപ്പാപ്പ റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 140 കോടിയോളം വരുന്ന ക്രൈസ്തവ നേതാവിനെ ഒരു കോമാളിയെ പോലെ ചിത്രീകരിച്ചത് ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏൽക്കുന്ന ആഘാതം ചെറുതൊന്നുമായിരിക്കില്ല. ക്രൈസ്തവ വിശ്വാസികളെ വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ട് ട്രംപ് തന്നെ ഒരു ലോകരക്ഷകനായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചതും വലിയ വിവാദത്തിന് കാരണമായിട്ടുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ആ ചിത്രത്തിൽ യേശുക്രിസ്തുവിനെ പോലെ വസ്ത്രം ധരിച്ച് ആശുപത്രി കിടക്കയുടെ ഒരു രോഗിയെ ട്രംപ് തൻ്റെ കൈകൾ കൊണ്ട് സുഖപ്പെടുത്തുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അമേരിക്കൻ പതാകയും അതുപോലെ അത്യാധുനിക യുദ്ധവിമാനങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു. ഈ ചിത്രം ക്രൈസ്തവ വിശ്വാസത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്ന് വിശ്വാസികൾ ഒന്നടങ്കം പ്രതികരിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ പരിഹസിക്കരുത് പ്രമുഖ യാഥാസ്ഥിതിക ആക്ടിവിസ്റ്റായ റൈലി ഗെയിംസ് ഉൾപ്പെടെയുള്ളവർ ട്രംപിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധം എല്ലാ അതിരുകളും ലംഘിച്ചതോടെ ട്രംപ് ആ ചിത്രം പിൻവലിച്ചുവെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കനൽ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. വരുന്ന നവംബറിലെ തെരഞ്ഞെടുപ്പിൽ ഈ ജനവികാരം ട്രംപിന് വലിയ വിനയാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഓരോ പോൾ സർവേകളും സൂചിപ്പിക്കുന്നത് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ ശതമാനം കുത്തനെ കുറയുന്നു എന്നുള്ളതാണ്. ലോകം എപ്പോഴും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ട്രംപ് യുദ്ധത്തിൻ്റെ പാതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ഒരു ഭരണാധികാരിയായി ട്രംപ് മാറുന്നു എന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഇറാൻ ഒരിക്കലും ഭീഷണിക്ക് മുമ്പിൽ ചൂളുന്ന രാജ്യമല്ല എന്ന് അവർ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈനികമായും സാങ്കേതികമായും ഇറാൻ തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഓരോ കപ്പലിനെയും നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ തടയാനും തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ നാവികസേന വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ നാവിക ഉപരോധം ഒരു കടലാസ് പുലി മാത്രമാണെന്നും തങ്ങളുടെ അതിർത്തി ലംഘിച്ചാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ നിലപാട്. ഈ സാഹചര്യം അമേരിക്കൻ സൈന്യത്തിനിടയിലും വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നുമുണ്ട്. യുദ്ധം തുടങ്ങിയാൽ അത് എപ്പോൾ അവസാനിക്കുമെന്നോ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നോ ആർക്കും പ്രവചിക്കാനുമാകില്ല. അമേരിക്കയുടെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടിയായിരിക്കും ഈ പശ്ചിമേഷ്യൻ മണ്ണിൽ സംഭവിക്കാൻ പോകുന്നതും. ലോക പോലീസ് സമരം നടക്കുന്ന ട്രംപിനെതിരെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. അമേരിക്കയുടെ വിദേശ നയങ്ങൾ ഓരോന്നും പരാജയപ്പെടുകയാണെന്നും അത് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിടുകയാണെന്നും സമാധാനകാംക്ഷികൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ പ്രകടനശേഷിയും റഷ്യ ചൈന സഖ്യത്തിന്റെ വെല്ലുവിളിയും മാർപ്പാപ്പയെ പോലുള്ള ആഗോള നേതാക്കളുടെ എതിർപ്പും ട്രംപിനെ ആകെ തളർത്തിയിരിക്കുക കൂടിയാണ്. ഏത് നിമിഷവും തകർന്നു പോയേക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളതെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധകാഹളം അമേരിക്കയുടെ തന്നെ അന്ത്യമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ ഉപരോധം തുടർന്നാൽ അത് ലോകത്തെ മുഴുവൻ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇറാൻ പിന്നോട്ടില്ലെന്നും തങ്ങളുടെ സർവ്വസജ്ജമായ സൈന്യവുമായി ഏത് തരം യുദ്ധത്തിനും തങ്ങൾ സജ്ജമാണെന്നും വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുമ്പോൾ ട്രംപിൻ്റെ ഓരോ നീക്കവും അദ്ദേഹത്തിൻ്റെ വിനാശത്തിൻ്റെ പടുകുഴിയിലേക്ക് മാത്രമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ പിടിവാശി ഉപേക്ഷിച്ചില്ല എങ്കിൽ അത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നായി മാറുകയും ചെയ്യും. സമാധാനത്തിലുള്ള അവസാന വാതിൽ അടയുന്നതിന് മുമ്പ് അമേരിക്ക ചർച്ചകൾക്ക് തയ്യാറാകുമോ അതോ വിനാശത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.